അതൊക്കെ മേടിച്ചു. അങ്ങനെ ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പത്തനംതിട്ടയ്ക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെയാണ് ഞാൻ പറഞ്ഞത് ചിറ്റയുടെ മോടെ കല്യാണം. അതെ, ഞങ്ങൾ പുതുപ്പള്ളി ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുപ്പള്ളി കണ്ടിട്ടില്ലാത്തൊരു കണ്ടോ കേട്ടോ. ഇതാണ് നല്ല പള്ളി, നല്ല രസം. അതിനകത്ത് നല്ല സ്പേസും അടിപൊളി പള്ളിയാണ്. പിന്നെ ഒരുമാതിരി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ പള്ളി, അത്യാവശ്യം ഫേമസ് ആണല്ലോ. പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ തൊട്ടടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയും കൂടെയാണല്ലോ. അങ്ങനെ അവിടെ ഒക്കെ കഴിഞ്ഞതേ ആദ്യക്കുട്ടന് ഞാനിവിടെ ഭയങ്കര വർത്താനം, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ആദ്യക്കുട്ടനാണ് പ്രത്യേകിച്ച്, കാരണം അവൻ്റെ എൻ്റെ അനിയത്തിയുടെ മോന് ഇവനെക്കാട്ടിലും ഒരു വയസ്സിൻ്റെ എളുപ്പമുള്ളൂ. അപ്പോൾ ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അവനുമായിട്ട് കളിക്കാമെന്നുള്ളതിൽ ആദ്യക്കുട്ടൻ വരെ. ഞങ്ങളാണേലും അതെ, ഒത്തിരി നാൾ കൂടി കുടുംബത്തിൽ കല്യാണം വരിക. അപ്പോൾ എല്ലാം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. കസിൻസിനെയൊക്കെ കാണുമ്പോഴത്തേനും അങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ സാരിക്ക് മാച്ചായിട്ട് വളയും കുപ്പിവള വാങ്ങണമായിരുന്നു. അങ്ങനെ 1-2 ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ലേഡീസ് സെൻ്റർ ഉണ്ട്, അപ്പോൾ അവിടെ കയറി. ഞങ്ങൾക്ക് അറിയാവുന്നൊരു കട ഉണ്ടായിരുന്നേ, അവിടെ കയറാമെന്ന് ഉദ്ദേശിച്ചാൽ പോയത്. പക്ഷെ ആ കട മിസ്സായിപ്പോയി, കണ്ടില്ല. പിന്നെ കണ്ടൊരു കടയിൽ കയറിയപ്പം നല്ലതാണ്, ഇഷ്ടം പോലെ സാധനമൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട സാധനമൊക്കെ എടുത്തു. അപ്പോൾ ആ ടൈമിൽ ആദ്യക്കുട്ടൻ അവന് വേണ്ട കുറച്ച് സാധനം കൂടെ പൊക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തു, ഇവനും പിന്നെ അവനും. അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അങ്ങനത്തെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണേ. ആദ്യക്കുട്ടനാണെങ്കിൽ സാധനമൊക്കെ മേടിച്ചിട്ട് വലിയ ഗവ നിൽക്കുവാണ്. അപ്പം ഞാൻ സാധനം മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നിന്ന് കവറുമൊക്കെ മേടിച്ചിറങ്ങിപ്പോകുന്ന ആദ്യക്കുട്ടനാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫാൻസി സ്റ്റോറിൽ കയറി കുറച്ച് സാധനം മേടിക്കണ്ടായിരുന്നു. വളയും എനിക്ക് സാരിക്ക് മാച്ചായിട്ട് വള ഉണ്ടായിരുന്നില്ലേ, അപ്പം അത് മേടിച്ചു. അപ്പോഴത്തേനും ആദ്യക്കുട്ടൻ അവിടെ നിന്ന് അവന് വേണ്ട സാധനമൊക്കെ മേടിച്ചത്. ഇത് കുറച്ച് നാളായിട്ട് പറയുന്നായിരുന്നു, പിന്നെ കണ്ടപ്പോൾ അതെടുത്തു. അങ്ങനെ അതെല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി പൊക്കോണ്ടിരിക്കുക. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ ഇനി നാളെ അങ്ങോട്ട് കല്യാണത്തിന് വരട്ടേ ഉള്ളൂ. നമ്മൾ പോവുക, ഇനി അവിടെ ചെന്നിട്ട് കാണാമേ. അങ്ങനെ ഞങ്ങൾ ദേ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ദേ എൻ്റെ അമ്മയും നാത്തൂനുമായിട്ട് ഇരിക്കുന്നത്. കല്യാണം തന്നെ അതെ, എടുക്കട്ടെ വരുന്നു. അയ്യോ, എന്റെ മാമി, എന്റെ ചിറ്റ. വിളിച്ചോ അമ്മൂമ്മ എവിടെ പോയി? കൊള്ളാം, നല്ല രസമുണ്ട്. ഇവര് വന്നിട്ടാണോ? ഓക്കേ, എന്തോ പൊട്ടിച്ചോ. ഇത് എന്റെ അമ്മയുടെ അമ്മമ്മ ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാരും. അങ്ങനെ ഫുഡ് വന്നപ്പോഴത്തേനും ഞങ്ങളെ എല്ലാവരെയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞ് വിളിച്ചേ. അപ്പം നമ്മൾ തന്നെ വിളമ്പി എടുക്കുക. അപ്പം സദ്യ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എല്ലാ കറികളൊന്നുമില്ല, കുറച്ചൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ തലേ ദിവസം പകരല്ലേ, പിന്നെ ഓണം ഇല്ല. അപ്പോഴത്തേ ഞങ്ങൾ തന്നെ വിളമ്പി എടുക്കുവാണേ. എല്ലാവരും കൂടെ ഒരു രസമാണ്. നമ്മൾ ഒത്തിരി നാൾ കൂടി എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ, കസിൻസ് വൈബ് അടിപൊളിയല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇതൊക്കെ വിളമ്പി. അമ്മയാന്ന് തോന്നുന്നു എനിക്ക് വീഡിയോ വരെ എടുത്തു തരുന്നത് കേട്ടോ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ എടുക്കുന്നതിനൊക്കെ. അപ്പോൾ ഇതാ ഞങ്ങളുടെ കറികളൊക്കെ. ഈ മഞ്ഞക്കറി പരിപ്പാന്ന് ഓർത്ത് അബദ്ധത്തിൽ ഞാൻ എടുത്തത് കേട്ടോ. പക്ഷെ അതെന്തോ പച്ചടിയോ പൈനാപ്പിളിൻ്റെ ഐറ്റം എന്തോ ആയിരുന്നു. പിന്നെ അത് ഞാൻ കൂട്ടിയില്ല. പിന്നെ ഇതെൻ്റെ അമ്മ, ചിറ്റ, വല്യമ്മ, മാമി, ഞങ്ങളുടെ കല്യാണപ്പെണ്ണിനെ കൊണ്ട് മോരുകറി വിളമ്പിച്ചതാണ് ഇവരെല്ലാവരും കൂടെ. അങ്ങനെ അവളതൊക്കെ വിളമ്പി തിരിച്ചു വരുന്ന വഴിയാണ്. പിന്നെ അതേ ഞങ്ങൾ നേരെ ഒരു ഗിഫ്റ്റ്. ഇതെൻ്റെ നാത്തൂനാട്ടോ, ശില്പ. അവൾക്കുണ്ട് യൂട്യൂബ് ചാനലും, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അവളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അങ്ങനെ അതേ അവൾ അത് കൊടുത്തു, ഞാനൊരു വാച്ചാട്ടോ കൊടുത്തത്. അങ്ങനെ ആ പരിപാടി ഞാൻ കഴിഞ്ഞത്. നാരങ്ങ തരാൻ പറഞ്ഞ അതും മേടിച്ചെടുത്തോണ്ട് പോകുന്ന വഴിയാണ്. അതെ, സാരി ഡ്രേപ്പ് ചെയ്യാൻ കൊടുക്കാൻ പോകും പാർലറിൽ. ഇന്ന് കൊടുക്കുവാണെങ്കിൽ നാളെ ചെയ്തു വെച്ചേക്കാന്ന് പറഞ്ഞേ. ഞങ്ങൾ പോവാണേ.
അപ്പം ഞാൻ തിരിച്ചോണ്ട് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ എടുക്കുക. പക്ഷേ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര കോമഡിയാണ്. എനിക്കും അത് എല്ലാവരും മുമ്പിൽ വെച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു ചമ്മല. അങ്ങനെ ഞങ്ങൾ നാളത്തേന് സാരി ഡ്രൈപ്പിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ സ്ഥലമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കടകൾ എവിടാ നല്ലതെന്നും ഒന്നും അറിയത്തില്ല. അപ്പൊ ഇവരോട് ചോദിച്ചിട്ട് പിന്നെ മാപ്പൊക്കെ ഇട്ട് അങ്ങ് പോയി കൊടുത്തു. ഞങ്ങൾ സാരി കൊടുത്തു. സാരി എല്ലാവരും കൊടുത്തിട്ട് വന്നു. ഞങ്ങൾ സാരിയൊക്കെ കൊടുത്ത് പോയി തിരിച്ചു വന്നപ്പോഴത്തേൻ്റെ നമ്മുടെ കല്യാണപ്പെണ്ണ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ. കല്യാണത്തിന് തലേദിവസം മൈലാഞ്ചിടിയിലുള്ള മേക്കപ്പ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവള് വേറൊരു പാർലറിലായിരുന്നു പോയത്. അങ്ങനെ മൈലാഞ്ചിടിയിലൊക്കെ തുടങ്ങി ഞങ്ങൾ കൊച്ചുമക്കളെല്ലാവരും കൂടെ നിന്നുള്ള ഫോട്ടോഷൂട്ടാണ് കേട്ടോ. നല്ല രസമായിരുന്നു. ഇനിയിപ്പം അടുത്തൊരു കല്യാണം വരണം ഇങ്ങനെയൊക്കെ. ഈ കൂട്ടത്തിൽ ഒരാളുടെ കുറവ് കൂടെ ഉണ്ട് കേട്ടോ, അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കസിൻസ് വൈബ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ വാരിപ്പിറക്കി കെട്ടി ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. പിന്നെ വെജും ഉണ്ടായിരുന്നു വേണ്ടവർക്ക്, വിത്ത് ഐസ്ക്രീം. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നാളെ കല്യാണ വീഡിയോ കാണാം. ബൈ.